CPM-നെതിരെ പോരാട്ടത്തിന് തുടക്കമിട്ട് PK ശശിയും സമാന ചിന്താഗതിക്കാരും രൂപം നൽകിയ സംഘടനയാണ് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട്. ഇന്ന് പാലക്കാട് വെച്ച് അതിന്റെ നയപ്രഖ്യാപനം PK ശശി നടത്തുകയും ചെയ്തു. അതിനു പിന്നാലെ നിർണായകമായ ഒരു തീരുമാനമാണ് സംഘടന എടുത്തിരിക്കുന്നത്. DMF എന്ന സംഘടന UDF-ലെ കക്ഷിയായ CMP-യിൽ ലയിക്കുമെന്ന പ്രഖ്യാപനമാണ് ശശി നടത്തിയത്. തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ച് യോജിക്കാവുന്ന പാർട്ടി CMP ആണെന്നും അതിനാലാണ് അത്തരമൊരു തീരുമാനമെടുത്തതെന്നും PK ശശി വ്യക്തമാക്കുന്നുണ്ട്. ഈ തീരുമാനത്തിന് പിന്നാലെ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം CMP ജനറൽ സെക്രട്ടറിയും ഗതാഗത മന്ത്രിയുമായ CP ജോൺ നടത്തി. PK ശശിയെ CMP-യുടെ സെക്രട്ടറിയായി നിയമിച്ചതായാണ് CP ജോൺ അറിയിച്ചത്. ഇതോടെ PK ശശിയും സംഘവും UDF-ന്റെ ഭാഗമായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PK ശശി ഒറ്റപ്പാലത്ത് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അന്ന് ഈ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെതിരെ വലിയ ആയുധമാക്കി CPM മാറ്റുകയും ചെയ്തു. മുൻപ് CPM-ലായിരിക്കെ PK ശശിക്കെതിരെ ലൈംഗിക പീഡനാരോപണം ഉയരുകയും അത് പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്ന AK ബാലൻ നടത്തിയ തീവ്രത കുറഞ്ഞ പീഡനമെന്ന പ്രയോഗം ഏറെ നാൾ കോൺഗ്രസ് CPM-നെതിരെ വിമർശനമായും പരിഹാസമായും ഉയർത്തിയിരുന്നു. PK ശശിക്കെതിരെയും കോൺഗ്രസ് ശക്തമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് പ്രധാനമായും ഉയർത്തിയിരുന്നതും PK ശശിക്കെതിരായ പീഡനാരോപണമായിരുന്നു. അത്തരമൊരു വ്യക്തിയെയാണ് കോൺഗ്രസ് പിന്തുണ നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. ഇപ്പോൾ അതേ വ്യക്തി ഘടകകക്ഷിയായ പാർട്ടിയിലൂടെ UDF-ലും എത്തുകയാണ്. ഇനി അങ്ങോട്ട് PK ശശിയുടെ പേരിൽ കോൺഗ്രസ് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ലയനം സംബന്ധിച്ച് ഇന്ന് മന്ത്രി CP ജോൺ നടത്തിയ പ്രതികരണം കാണാം. PK ശശി CMP-യുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി ഇന്ന് മുതൽ മാറിയിരിക്കുകയാണ്. അത് ഞാൻ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാണ്. പൂർണ്ണമായി ഇനിയിപ്പോൾ 27-ാം തീയതി CMP-യുടെ 41-ാം ജന്മദിന വാർഷികം, അതായത് 40-ാം വാർഷികം തൃശ്ശൂർ ടൗൺ ഹാളിൽ CMP രൂപീകരിച്ച അതേ ഹാളിൽ വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ ശശിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഖാക്കളും പങ്കെടുക്കുന്നു. അവിടെ വെച്ച് സെൻട്രൽ കൗൺസിൽ യോഗം ഉച്ചയ്ക്ക് ശേഷമുണ്ട്. അവിടെ വെച്ച് ബാക്കിയുള്ള സംഘടനാപരമായ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും. അല്ല, ഇപ്പോൾ അവസാനം ഞാൻ വിശദമായി വായിച്ചിട്ടുള്ള രേഖ നയപ്രഖ്യാപന രേഖയാണ്. അതിലാണ് നയപ്രഖ്യാപന രേഖ. ആ നയപ്രഖ്യാപന രേഖയിൽ വളരെ വ്യക്തമായൊരു കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഐഡിയോളജിക്കൽ നിലപാട്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലൈൻ സംബന്ധിച്ച നിലപാട്, ഞങ്ങളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടുകളിലെല്ലാം ഞങ്ങൾക്ക് യോജിക്കാവുന്ന കേരളത്തിലെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയായ CMP ആണ്. അതുകൊണ്ട് ഞങ്ങൾ CMP-യിൽ ലയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഏകകണ്ഠമായി ഇന്നത്തെ കൺവെൻഷൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ CMP നേരത്തെ തീരുമാനിച്ചിട്ടുള്ള അവരുടെ കൗൺസിലല്ലേ അവരുടെ സ്റ്റേറ്റ് കൗൺസിൽ യോഗം തൃശ്ശൂർ വെച്ച് 27-ാം തീയതി ചേരുന്നുണ്ട്. ആ കൗൺസിലിലേക്ക് ഞങ്ങളെ 27th ജൂലൈ 27-ന് തൃശ്ശൂർ വെച്ചിട്ടാണ് CM 40-ാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ആ കൗൺസിലിൽ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, നിലവിലുള്ള DMF-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റിയിലെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കിയല്ല തീരുമാനിക്കുക, ഒരു കോൺസെൻസസ് ഞങ്ങൾ ഉണ്ടാക്കും. ഒന്ന്, പിന്നെ ഞങ്ങൾ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഞങ്ങളില്ല. കേന്ദ്രീകരണം എന്ന് പറയുന്നത് സർവാധിപത്യമാണ്. ആ സർവാധിപത്യമാണ് ലെനിൻ്റെ അവസാന കാലത്തും സ്റ്റാലിൻ്റെ കാലത്തൊക്കെ നടന്നത്. അതാണ് ഇപ്പോൾ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള വിയോജിപ്പുള്ള ആളുകളാണ് ഞങ്ങൾ. ആ കേന്ദ്രീകരണത്തെ ഞങ്ങൾ തള്ളിക്കളയാണ്. ഞങ്ങൾ പൂർണ്ണ ജനാധിപത്യമാണ് ഞങ്ങളുടെ സംഘടനക്കകത്ത് ഏറ്റവും ജീവത്തായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തീർച്ചയായും ഒരു സംശയവും വേണ്ട. അന്ന് ഞങ്ങൾ UDF-ന്റെ ഭാഗം തന്നെയാണ്. ടീം UDF മാത്രമല്ല, ഞങ്ങൾ UDF-ന്റെ ഭാഗമായി മാറി. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഇങ്ങോട്ട് വരണം. കുഞ്ഞികൃഷ്ണേട്ടനെ ഞങ്ങൾ ഈ കൺവെൻഷനിൽ ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഗോവിന്ദേട്ടനാണ് വിളിച്ചത്. TK ഗോവിന്ദേട്ടൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് അദ്ദേഹം ഈ കൺവെൻഷനിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എല്ലാ വിധത്തിലും ഞങ്ങൾ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. തുടർന്ന് വരാൻ പോകുന്ന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഇടപെടൽ ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നത്. സ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ ക്ഷണിച്ച കുറേ ആളുകളുണ്ട്. അവരെല്ലാം അടങ്ങുന്ന യോഗങ്ങൾ ഞങ്ങൾ പ്രാദേശികമായി വിളിച്ചു കാണും. പാലക്കാടല്ല, കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഞങ്ങൾ
പിന്നെ വളരെ ശക്തമായിട്ട് വരാൻ പോവുകയാണ്. കേരളത്തിലെ ഒരു ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറും. സി പി ഐ എമ്മിന് ഇനി കേരളത്തിൽ ഇനി ഭാവിയില്ല. ഇന്ത്യയിലത്തെ ഭാവിയൊക്കെ നേരത്തെ പോയി, കേരളത്തിലും ഭാവിയില്ല. ആ സ്പേസിലേക്കാണ്, ഇടതുപക്ഷം ഇല്ലാതാകുന്നു എന്ന സ്പേസിലേക്കാണ് ഞങ്ങൾ കടന്നു വരുന്നത്. അത് വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വരാൻ പോകുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിയെ നിർണ്ണയിക്കുന്ന ശക്തിയായി ഞങ്ങൾ മാറും. ഇന്നത്തെ ജില്ലാ കമ്മിറ്റി ഞങ്ങൾ ചേരുന്ന DMFന്റെ ജില്ലാ കമ്മിറ്റിയുടെ DMFന്റെ അവസാനത്തെ ജില്ലാ കമ്മിറ്റി യോഗമാണ്. കഴിഞ്ഞെല്ലാം പറഞ്ഞില്ലേ, വരികയല്ല വന്നു കഴിഞ്ഞു. അപ്പോൾ PK ശശി CMPയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി ഇന്ന് മുതൽ മാറിയിരിക്കുകയാണ്. അത് ഞാൻ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുകയാണ്. പൂർണ്ണമായി ഇനിയിപ്പോൾ 27-ാം തീയതി CMPയുടെ 41-ാം ജന്മദിന വാർഷികം, അതായത് 40-ാം വാർഷികം തൃശ്ശൂർ ടൗൺ ഹാളിൽ CMP രൂപീകരിച്ച അതേ ഹാളിൽ വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ ശശിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഖാക്കളും പങ്കെടുക്കുന്നു. അവിടെ വെച്ച് സെൻട്രൽ കൗൺസിൽ യോഗം ഉച്ചയ്ക്ക് ശേഷമുണ്ട്. അവിടെ വെച്ച് ബാക്കിയുള്ള സംഘടനാപരമായ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും. CPM പോലുള്ള പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കളിൽ പ്രവർത്തകർ എത്തുമെന്നൊരു പ്രതീക്ഷ കൊടുക്കുന്നു. ആ ഒരു പ്രതീക്ഷയല്ലേ നമ്മൾ മുന്നോട്ട് പോകണേ. കൂടുതൽ വരുമെന്നുള്ള തന്നെ വരുന്നു. വരട്ടെ, വരും. പ്രകോപിപ്പിക്കാനൊന്നുമില്ല, പക്ഷെ വരും, സ്വാഭാവികമായി വരും. അപ്പോൾ അതിനേക്കാൾ വലിയ പോസ്റ്റ് MLA ആയിരുന്നു. അതൊക്കെ ഉണ്ടാവുന്നേ. TK ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് CMP ആയി ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചല്ലോ. അദ്ദേഹം ഇന്നത്തെ കൺവെൻഷനിൽ വളരെ ആവേശഭരിതനാണ് അല്ലേ. അപ്പോൾ തൃശ്ശൂർ കൺവെൻഷനിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. തൃശ്ശൂർ കൺവെൻഷൻ്റെ മുഖ്യ അതിഥി യോഗേന്ദ്ര യാദവാണ്. ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരായി പൊരുതുന്ന യോഗേന്ദ്ര യാദവാണ് മുഖ്യ അതിഥിയായിട്ട് വരുന്നത്. അല്ലാതെ ഡീറ്റെയിൽസ് വരുന്നതാണ്. അറിയിക്കാം, എല്ലാവരെയും അറിയിക്കാം കേട്ടോ.